റൊമാൻറ്റിക് ഫിലിം ലവേഴ്സ് ആണോ അല്ലെങ്കിൽ ഫാൻസ് ആണോ? എന്നാ ഇവിടെ കമോൺ. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു റൊമാൻറ്റിക് ഫിലിമിനെ പറ്റിയിട്ടാണ്. ഇതിലെ നായകൻ, നായകന്റെ ഭാര്യ, നായകന്റെ എക്സ് ഇവര് ഒരേ വീട്ടിലാണ് താമസം. വാവ് വാവ് വാട്ട് എ കിടിലൻ കൺസെപ്റ്റ്. ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഇതാണ് എക്സാക്ട്ലി ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. സോ നാനിയുടെ ഒരു പടമുണ്ട്, നിന്നുക്കോരി, അതാണ് പേര് തോന്നുന്നു. നാനി, നിവേദ തോമസ് അവരൊക്കെ അഭിനയിച്ച പടം. അതിന്റെ ഒരു സിമിലർ പ്ലോട്ടാണ് ഈ സിനിമയ്ക്കുള്ള. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. വൺ കാസ്റ്റ് ഉള്ള പടമാണ്. അതായത് നമ്മുടെ സ്റ്റാർ ബോയ് സിദ്ധു ആളാണ് ഇതിലെ നായകൻ. ശ്രീനിധി ഷെട്ടി, നമ്മുടെ റോക്കി ബൈയുടെ ജാൻ ശ്രീനിധി ഷെട്ടി, റാഷി ഖന്നയൊക്കെ ഈ സിനിമയിലുണ്ട്. സോ സിദ്ധു, സ്റ്റാർ ബോയ് സിദ്ധു ക്യാൻ ഡെഫിനറ്റ്ലി വെയിറ്റ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ശ്രീനിധി ഷെട്ടി. ശ്രീനിധി ഉണ്ട് മോനെ. കിട്ടു പറഞ്ഞ ഈ സിനിമയിൽ ആളുടെ ലുക്കും പെർഫോമൻസും കിട്ടു ആയിരുന്നു. കുറച്ചും കൂടി ആൾക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കായിരുന്നു, അങ്ങനെയാണ് തോന്നിയത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അത്രയും അടിപൊളിയായിരുന്നു. സോ ഈ സിനിമ കാണാൻ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം ഇതൊന്നും അല്ല, മ്യൂസിക് ഡയറക്ടർ തമൻ. സോ തമന്റെ ഒരു വൻ പണ്ണൽ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ട്. തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് തോന്നുന്നു. ഈ സിനിമയുടെ ബാക്ക് ബോൺ തമനാണ്. തമൻ ഇല്ലെങ്കിൽ ഒരു വാഴപ്പിണ്ടി നട്ടല് പടം കൊണ്ടാണ്. പക്ഷെ തമൻ നല്ല വൃത്തിക്ക് പണിയുണ്ട്. ഞാൻ പറയില്ല, ശ്രീനിധിയുടെ കാര്യം ഞാൻ പറയില്ല, അടിപൊളിയായിരുന്നു. റാഷി ഖന്നയാണ് അടുത്ത നായിക. സോ റാഷി ഖന്നെ നമ്മുടെ സ്റ്റാർ ബോയ് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. സോ ആള് ഭയങ്കര മോഡേൺ, ഇൻഡിപെൻഡന്റ് അങ്ങനത്തെ ഒരു ലേഡിയാണ്. അപ്പൊ ആദ്യമൊന്നും ആൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വാട്ട്സ് യുവർ ആനുവൽ ഇൻകം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നുണ്ട്, എനിക്കൊരു റേഞ്ച് റോവർ ഉണ്ട്, അതേപോലെ തന്നെ ഞാൻ കെട്ടാൻ പോണ പെണ്ണിന് ഞാനൊരു മിനി കൂപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചി മാറ്റി. ആ മൊമെന്റില് ചേച്ചി പ്ലേറ്റ് മാറ്റി. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നോക്കണം കേട്ടോ, ഇനി ആരും നോക്കാനില്ലെങ്കിൽ ഞാനുണ്ട്, ആ രീതിയിലോട്ട് പോയി. അവിടെ തുടങ്ങിയ ക്രിഞ്ചാണ്. ഇവര് തമ്മിലുള്ള റൊമാൻസ് വൻ ക്രിഞ്ച് പരിപാടിയാണ്. എത്ര കുട്ടികൾ വേണം, ആ രീതിക്ക് വരെ ടോക്ക് അവിടെ പോയി. അപ്പോഴും ആ കപ്പൽ മുങ്ങാതിരിക്കാൻ മാക്സിമം പണിയെടുത്തിരിക്കുന്ന തമനാണ്. തമന്റെ മ്യൂസിക് വർക്ക് കിടുവായിരുന്നു. ആ സമയത്തൊക്കെ നമുക്കൊരു ക്രിഞ്ച് ഫീൽ ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ ആ ക്രിഞ്ചിന്റെ ഇന്റൻസിറ്റി കമ്മിയായത് തമന്റെ മ്യൂസിക് വർക്ക് കാരണമാണ്. ആൻഡ് റാഷി ഖന്നെ വന്നിട്ട് കിടു ലുക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. ബിർള വൈറ്റ് വാൾക്കേർ പുട്ടിയുടെ കളറാണ് ആൾക്ക്. അതിന്റെ ഒപ്പം 1 കിലോ അല്ലെങ്കിൽ ഒരു ചാക്ക് ബിർള വൈറ്റ് വാൾക്കേർ പുട്ടി ഇട്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ബൊമ്മ പറയുമ്പോ ഓ ക്യൂട്ട് ആസ് എ ഡോൾ, ആ സാധനമല്ല, നിർഗുണ ബൊമ്മ, അത് വേണമെങ്കിൽ പറയാം. ആള് പറഞ്ഞില്ല, ഇൻഡിപെൻഡന്റ് ആണ്, ഭയങ്കര മോഡേൺ ആണ്, മോഡേൺ ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, വീട്ടുകാരെങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ സ്റ്റാർ ബോയ് പറ്റി പറയണമെന്ന് വെച്ചാൽ, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആള് ദേവരക്കൊണ്ടയ്ക്ക് പഠിക്കുകയായിരുന്നു. കരച്ചില്, പിഴിച്ചില്, ബ്രേക്കപ്പ്, ഇതൊക്കെ എന്തോന്ന് കരച്ചില് മോനെ, ഇതിനേക്കാളും കൂടുതൽ കരഞ്ഞുണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും കിട്ടിയില്ല. പിന്നീട് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് വേണ്ട പയ്യനെ കാണിക്കുന്നുണ്ട് തമന്റെ മ്യൂസിക്കില്, സ്ലോ മോഷനിൽ കുറെ സീൻസ്. പെട്ട സാധനമായിരുന്നു. ഈ സിനിമ ബേസിക്കലി എനിക്കൊരു നൈസ് പടമായിട്ടാണ് തോന്നിയത്. ചിലർക്ക് ഇതൊരു വട്ട് പടമായിട്ട് തോന്നും. ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതൊക്കെ. എനിക്ക് നൈസ് ആയിട്ടാണ് തോന്നിയത്. ഫ്ലോസ് ഇല്ല എന്നല്ല, ഫ്ലോസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സ്റ്റിൽ ദിസ് ഈസ് ആക്ച്വലി എ നൈസ് മൂവി. ആ മറ്റേ മ്യൂസിക്, ആ സ്ലോ മോഷനിൽ ആള് തമന്റെ മ്യൂസിക്കിലൊക്കെ നടന്നു വരുന്നൊക്കെ കിടു സാധനമായിരുന്നു. ആളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എസിയുടെ വേവ് പോലെ, ഒന്നെങ്കിൽ കിടു അറ്റ് ഇറ്റ് സ്പീക്ക് അല്ലെങ്കിൽ ഓവർ ആക്ടിങ് അറ്റ് ഇറ്റ് സ്പീക്ക്, രണ്ടും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. നാനിയുടെ നിന്നുക്കോരി ആ പടം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. ഇതിൽ ഇമോഷണൽ കണക്ഷനും പരിപാടിയൊന്നുമില്ല. ആളുടെ ഒരു ഈഗോ ആണ് ഈ പടത്തിൽ ഫുള്ള് പറയുന്നത്. ഈ സിനിമയിലെ വില്ലനും ഹീറോയും ആളുടെ ഈഗോ തന്നെയാണ്. മറ്റേ എന്താണ്, ഭൂമി ഇടിഞ്ഞു വീണാലും ഒരു കൂസലില്ല, ഐ ഡോണ്ട് കെയർ എ ഷിറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള നായകൻ. പിന്നെ 2 നായികന്മാര്, പിന്നെ പറയണ്ടല്ലോ, നല്ല രസമാണ്. നല്ല രസമുള്ള കുറെ സീൻസ് ഉണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഉണ്ട്. റാഷി ഖന്നെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. സ്റ്റിൽ എനിക്ക് ശ്രീനിധിയാണ് ഒന്നും കൂടി അടിപൊളിയായി തോന്നിയത്. ഈ മറ്റേ നമ്മുടെ സ്റ്റാർ ബോയ് സിദ്ധുവിന്റെ ഈ അടുത്ത കാലത്തെ പടങ്ങളൊക്കെ വെച്ചുമ്പോൾ ദിസ് ഇസ് വെരി നൈസ്. സോ ഇതിൽ അവരെന്നെ പറയുന്നത്, തെലുസു കഥ ലവ് യു ടു എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമ എങ്ങോട്ടാ പോണെന്ന്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ടു മീ ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം വിത്ത് സം ഫ്ലോസ് ഒക്കെ ഉള്ള നല്ലൊരു പടം. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ എന്ന് ഞാൻ പറയും.